ദയവായി തുടരുക. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ നമ്മൾ നിരവധി ചർച്ചകളിൽ ട്രംപ് എന്നൊരു ഭീഷണി എന്താണ് എന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വയം ദൈവമായി അവരോധിച്ചുകൊണ്ട് മതനിന്ദ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഒപ്പം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് ഒക്കെ ആ ഭീഷണി തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. തനിക്കെതിരെ ആര് വന്നാലും ഒരു കൂസലുമില്ല, താൻ അവർക്കെതിരെ നിൽക്കും എന്ന പ്രസ്താവനയാണ്. ഇത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ മാർപ്പാപ്പയ്ക്കെതിരെ പോലും ആ നിലപാടെടുത്തുകൊണ്ട് ട്രംപ് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭീഷണി എന്നത് ട്രംപായി മാറുന്നുണ്ടോ ലോകത്തിന്? അമേരിക്കൻ ജനത ശ്രീമതി രേണുക പറഞ്ഞിരുന്നത് ഞങ്ങൾക്കൊരു രാജാവിനെ ആവശ്യമില്ല. അപ്പോൾ അതിനുള്ള മറുപടിയായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയോടും ലോക ജനതയോടും പറയുന്നത് രാജാധിരാജനായി താനിതാ അവരോധിതനായിരിക്കുന്നു, അല്ലെങ്കിൽ അവതരിച്ചിരിക്കുന്നു. അപ്പം ഇത് ക്രൈസ്തവ വിശ്വാസിയായ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകളും വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ വോട്ടുകളാണ്. ഒരുപക്ഷെ അമേരിക്കയെ നയിക്കുന്നത് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആയിരിക്കാം, അതൊരു കത്തോലിക്ക ഡൈനാമിക്സ് ആകണമെന്നില്ല. പക്ഷേ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കത്തോലിക്ക ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് റിലിജിയസ് ഫെയ്ത്ത് സിസ്റ്റമായ കത്തോലിക്ക സഭയുടെ ശബ്ദമായ പോപ്പ് ലിയോ 14 പറയുന്നു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ട്രംപിനെ വ്യക്തിപരമായി അല്ല വിമർശിക്കുന്നത്, യുദ്ധമെന്ന സങ്കല്പം ഇതിന് ഇപ്പോൾ സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ലിയോ 14 വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ വിദേശ നയം എന്തിനു കൊള്ളാമെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു പോപ്പ് കേവലം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാത്രമല്ല, മറിച്ച് വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് കൂടിയാണ്, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് കൂടിയാണ്. ആ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്ന ലോക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മാർപ്പാപ്പ എന്നുകൂടി ഓർക്കേണ്ടതാണ്. അപ്പം ഇവിടെ എല്ലാ സീമകളും അതിലംഘിച്ചുകൊണ്ട് ട്രംപ് സഭ്യതയുടെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ട്രംപ് സ്വയം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. രാജാവായും ചക്രവർത്തിയായും ദൈവമായും തന്നെ ട്രംപ് അവതരിക്കുകയാണ്. അപ്പോൾ ഇതിന് അമേരിക്കൻ ജനത എങ്ങനെയാണ് മറുപടി കൊടുക്കുക? ഇതാണ് ശ്രീ സജ്മോൻ ആൻ്റണി, ഫൊക്കാനോയുടെ തലവനായ സജ്മോൻ ആൻ്റണി പറഞ്ഞത്. വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. നോക്കൂ, ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? അമേരിക്കയുടെ മണ്ണിലിരുന്നു കൊണ്ട് അമേരിക്കൻ പൗരനായ സജ്മോൻ ആൻ്റണിക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാളിതുവരെ ഇത്രയും മോശപ്പെട്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നിടത്താണ് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ വിജയം. വിമർശന സ്വാതന്ത്ര്യമുണ്ട് അവിടെ. അമേരിക്കൻ ജനതയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ തിരുത്താൻ കഴിയും. പക്ഷേ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നാണ്